You know all your children's name. But you do not know which word is for my breakthrough. എൻ്റെ വിടുതലിനുള്ള വചനം ഏതെന്ന് അറിയത്തില്ല. It is hidden in you. എല്ലാം പിടികിട്ടിയ ഇത് ഒളിഞ്ഞിരിക്കുകയാണ്, ഇത് ഒളിപ്പിച്ച് വെച്ചിരിക്കുകയാണ്. മാനസാന്തരപ്പെട്ടെങ്കിൽ ഇത് തുറന്നു വരുള്ളൂ. You have to repent. When you repent, God will open your eyes. God will open your understanding. So you will understand the scriptures. I took baptism after repentance. മാനസാന്തരപ്പെട്ടിട്ടാണ് ഞാൻ സ്ഥാനപ്പെട്ടത്. So after baptism I changed my prayer request. സ്ഥാനപ്പെടുന്നതിന് മുമ്പ് എനിക്ക് ഒത്തിരി പ്രാർത്ഥനാ വിഷയങ്ങളുണ്ടായിരുന്നു. I had many financial problems, many things in my life. ശ്രദ്ധിച്ചു കേട്ടോളൂ, സ്നാനപ്പെടുന്നതിന് മുമ്പ് എനിക്ക് ഇഷ്ടം പോലെ പ്രാർത്ഥനാ വിഷയം ഉണ്ടായിരുന്നു. പക്ഷെ ആഫ്റ്റർ ബാപ്റ്റിസം the only prayer request that I have is to receive Holy Spirit. പരിശുദ്ധാത്മാവിനെ വേണം. എൻ്റെ പ്രാർത്ഥന വിഷയം ബാക്കിയെല്ലാം എടുത്ത് കളഞ്ഞു, ഒറ്റ പ്രാർത്ഥന വിഷയം. Today also I have many problems in my life. ഇപ്പോഴും എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഒത്തിരി പ്രശ്നങ്ങളുണ്ട്. I am not praying for these things. അതിനൊന്നും വേണ്ടി ഞാൻ പ്രാർത്ഥിച്ച് സമയം കളയുന്നില്ല. പിന്നെ എന്തിനു വേണ്ടിയാണ് പ്രാർത്ഥിക്കുന്നത്? Lord, I want power, I want fire, I want to bring thunder. എനിക്ക് ഇടി കൊണ്ടുവരണം, മിന്നൽ കൊണ്ടുവരണം സ്വർഗത്തിൽ നിന്ന്. ഇതാണ് എൻ്റെ പ്രാർത്ഥന. മറ്റൊന്നും ഞാൻ ചിന്തിക്കുന്നില്ല. പിടികിട്ടിയ You have to change your life after baptism. അതെന്താ ബൈബിൾ പറയുന്നത്? Anyone who is in Christ. 2 Corinthians 5:17 വായിച്ചേ. 2 Corinthians 5:17 what it is saying? ഒരുവൻ ക്രിസ്തുവിലായാൽ if anyone is in Christ he is a new creature. പഴയത് കഴിഞ്ഞു പോയി, ഇതാ അത് പുതിയ. അങ്ങനെയാണോ ഇവിടെ ഇരിക്കുന്നവരെല്ലാവരും? അങ്ങനെയാണോ? You come and ask my neighbors. ഞാൻ താമസിക്കുന്ന സ്ഥലത്ത് എൻ്റെ അയൽക്കാരെടുത്ത് ഒന്ന് ചോദിക്കുക. They may see, they can see through the media. മീഡിയയിലൂടെ അവരിത് കേട്ടോണ്ടിരിക്കുകയാണ്. You can come and ask my neighbors, have I changed? എൻ്റെ അയൽക്കാരോട് നിങ്ങളൊന്ന് ചോദിക്കുക, ഞാൻ മാറിയിട്ടുണ്ടോ? They will say he is a new person. You can go and ask my classmates. എൻ്റെ കൂടെ പഠിച്ചവർ കണ്ടോണ്ടിരിക്കുകയാണ്. ഇല്ല, അവർ വിളിക്കും, നീ എന്ത് പൊട്ടത്തരവാ പറയുന്നതെന്ന് ചോദിക്കും. What you are saying? They will say he has changed. എൻ്റെ കൂടെ പഠിച്ചവർ അവർ പറയും ഇയാൾ മാറിയിരിക്കുകയാണ്. You ask my relatives, you ask my wife, you ask my children, they will say he is a new person. എൻ്റെ ഭാര്യയെ എൻ്റെ മക്കളും എല്ലാവരും പറയും ഇത് പഴയ ആളല്ല, ഇത് പുതിയ ആളാണ്. Anyone who is in Christ is a new creature. ഒന്നുകൂടെ വായിച്ചേ. ഒരുവൻ ക്രിസ്തുവിലായാൽ പുതിയ സൃഷ്ടി. So when you become a new person, your eyes are open. നിങ്ങളുടെ കണ്ണുകൾ തുറന്നിരിക്കും. എന്താ കണ്ണ് തുറക്കാത്ത? പഴയ ആളായിട്ടിരിക്കുക. ഞാൻ പിടികിട്ടിയ എന്താ ആൾക്കാരോട് ദേഷ്യവും കയ്പൊക്കെ? എന്താ കുറ്റം പറയുന്നു, കുശുമ്പൊക്കെ എന്താണ്? They are the old person. Why they are fighting each other? എന്തുകൊണ്ടാണ് അവർ വഴക്കുണ്ടായിക്കൊണ്ടിരിക്കുന്നത്? അവർ പഴയ ആൾക്കാർ തന്നെ, മാറിയിട്ടില്ല. Why they are crying, Lord deliver me, വിടുതൽ തരണേന്ന് പ്രാർത്ഥിക്കുന്നത്? അവർ പഴയ ആൾക്കാർ തന്നെ. എന്താ ആൾക്കാർ പറഞ്ഞു അയ്യോ പ്രശ്നമാണെന്ന് പറയുന്നത്? They are the same person. They have not changed. Anyone who is in Christ is a new person. Old is gone. എല്ലാം പഴയത് കഴിഞ്ഞു പോയി. അങ്ങനെയല്ല പറയുന്നത്. ഒന്നും കൂടെ വായിച്ചേ, കുറച്ച് വായിച്ചോളൂ. ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടി, പഴയത് കഴിഞ്ഞു. So what is new? His eyes will be opened. അവന്റെ കണ്ണ് തുറന്നിരിക്കും.
He will get the vision of heaven. സ്വർഗത്തിലെ കാഴ്ചകൾ അവൻ കാണും. He will love all everyone equally. എല്ലാവരെയും ഒരേപോലെ സ്നേഹിക്കാൻ തുടങ്ങും. കാര്യം എന്താണ്? അവൻ്റെ കണ്ണ് തുറന്നിരിക്കുന്നു. He is not much interested in making money. അധികം പൈസ ഉണ്ടാക്കണമെന്നും വലിയ താല്പര്യമുണ്ടല്ലോ. കാര്യം he knows that one day he will go and be with the heavenly Father. കണ്ണ് തുറന്ന ഒരാൾക്ക് അധികം പൈസ ഉണ്ടാക്കണമെന്ന് ആഗ്രഹം വരുന്നത്. കാര്യം അയാൾ ഒരു ദിവസം ഇവിടുന്ന് പോകും. എത്ര പേർക്ക് മനസ്സിലായി? So why people are not getting deliverance? Because they are the old people. അവർ പഴയ ആൾക്കാർ തന്നെ. Their eyes are not opened. So അതുകൊണ്ട് എന്താണ്? അവരുടെ കണ്ണ് തുറക്കാത്തതുകൊണ്ട് അവരെന്താ പറയുന്നത്? കഷ്ടത്തിലാണ്, സങ്കടത്തിലാണ്. കഷ്ടത്തിലാണ്, സങ്കടത്തിലാണ്, ദാരിദ്ര്യത്തിലാണ്, മഹാപ്രശ്നത്തിലാണ്, ശരീരം മുഴുവൻ വേദനയാണ്. പക്ഷെ ബൈബിൾ എന്താ പറയുന്നത്? എവറിത്തിങ് ഈസ് ചേഞ്ച്ഡ്. വേദനയുള്ള ശരീരമൊക്കെ പോയി, ദാരിദ്ര്യമുള്ള പേഴ്സും അക്കൗണ്ടൊക്കെ പോയി, ഇപ്പൊ സമൃദ്ധിയുടെ അക്കൗണ്ടാണ്. പിടികിട്ടിയ? So the basic thing is that you have to change. When you change, everything will be new. God will open your eyes. നിങ്ങളുടെ കണ്ണിനെ തുറക്കും. കണ്ണിനെ തുറക്കുമ്പോൾ എന്ത് ചെയ്യണം? You will believe in Jesus. When you believe in Jesus, what will happen? John 7:38, out of you will flow rivers of living water. നിങ്ങളിൽ നിന്ന് ഉറങ്ങല്ലേ, ഭയങ്കര വിടുതലിന്റെ വചനമാണ്. അപ്പൊ നിങ്ങൾ ഇപ്പോഴും വചനം വായിക്കുന്നു, പക്ഷെ വിശ്വാസമില്ല. പാസ്റ്റർ അങ്ങനെ പറഞ്ഞിട്ട് പോകും. നമ്മുടെ പ്രശ്നം നമുക്കല്ലേ അറിയുള്ളൂ. പാസ്റ്റർ അതൊക്കെ പറയും. വിശക്കുന്നവന്റെ വേദന ഇത് അറിയുള്ളൂ. പ്രാർത്ഥിച്ച് മഞ്ഞ കൊണ്ടുവരണം. You have to pray and bring manna. എത്ര പേർക്ക് മനസ്സിലായി? You have to. Jesus took 2 fish and 5 loaves of bread. 2 മീനും 5 അപ്പം എടുത്ത് യേശു എന്ത് ചെയ്തു? He multiplied. God multiplied it. 2 മീനും 5 അപ്പം എടുത്ത് എന്ത് ചെയ്തു? നിങ്ങളുടെ കുറച്ച് പൈസ എടുത്തിട്ട് അതിനെ മൾട്ടിപ്ലൈ ചെയ്യണം. ഇതാണ് ഇവിടെ പഠിപ്പിക്കുന്ന സ്ഥലം. ഇറ്റ് ഈസ് എ പ്രോസസ്. ഇത് ഒരു പ്രോസസ്സാണ്. എവ്രി വൺ കനോട്ട് ഡു ഇമ്മീഡിയറ്റ്ലി ലൈക്ക് കമ്മിങ് ഹിയർ ആൻഡ് സിംഗിങ്. ഇവിടെ വന്ന് പാട്ട് പാടുന്നത് പോലെ ഇതെങ്ങനെ ചെയ്യാൻ പറ്റത്തില്ല. എന്താ? അതിനൊരു പ്രോസസ് ഉണ്ട്. യു ഹാവ് ടു റിപ്പന്റ്, യു ഹാവ് ടു ട്രാൻസ്ഫോം, യു ഷുഡ് ബിക്കം എ ന്യൂ പേഴ്സൺ. നിങ്ങൾക്ക് മാനസാന്തരം വരണം, നിങ്ങൾ പുതിയ മനുഷ്യനാകണം, നിങ്ങളുടെ കണ്ണ് തുറക്കണം, നിങ്ങളുടെ ഹൃദയം തുറക്കണം. ഉടനെ വചനം വായിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും യേശു അങ്ങനെ ചെയ്തല്ലോ, അപ്പോൾ എനിക്ക് എന്തുകൊണ്ട് ചെയ്തുകൂടാ? അത് യേശു ചെയ്തു. നമ്മളിവിടെ കിടക്കുന്നത് ആൾക്കാർ പറയുന്നതാണ് യേശു ദൈവമാണ്, നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല. വാട്ട് ജീസസ് ഈസ് സേയിങ്, ഇഫ് യു ബിലീവ് ഇൻ മീ യു വിൽ ഡു ഗ്രേറ്റർ തിങ്സ് ദാൻ മീ. നിങ്ങൾ എന്നിൽ വിശ്വസിക്കുകയാണെങ്കിൽ ഞാൻ ചെയ്യുന്നതിലും അധികം ചെയ്യും. എല്ലാം പിടികിട്ടിയെന്ന് അറിയത്തില്ല, സന്തോഷമില്ല. Somebody was saying everything is blocked. എല്ലാം തടഞ്ഞു വെച്ചിരിക്കുകയാണെന്ന് പറഞ്ഞു. ഒന്നും നടക്കുന്നില്ല. Somebody is saying no movement, everything is stagnant, nothing is happening in the life, so I am very sad. ആരോ പറയുന്നു ജീവിതത്തിൽ ഒന്നും നടക്കുന്നില്ല, ഒന്നും നടക്കുന്നില്ല, അതുകൊണ്ട് ഞാൻ ഭയങ്കര ദുഃഖത്തിലാണ്. But I am telling that person, you are not stagnant. God is teaching you. ദൈവം നിങ്ങളെ പഠിപ്പിക്കുകയാണ്. Because your understanding is not open, you cannot understand what is happening in your life. നിങ്ങളുടെ ബുദ്ധി തുറക്കാത്തതുകൊണ്ട് എന്താണ് അവിടെ നടക്കണേന്ന് നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ല. What is Jesus doing? യേശു എന്ന് നിങ്ങളെ വിളിച്ചോണ്ടിരിക്കണേ അറിഞ്ഞ Revelation 3:20, what it says, വായിച്ചോളൂ. I knock at the door. If anyone opens the door, I will come and dine with him. അല്ല പിടികിട്ടിയ? ഞാൻ വാതിൽക്കൽ വന്ന് മുട്ടുന്നു. ആര് കേട്ടു? ഇവിടെ റേഷൻ കടയിൽ ക്യൂ നിൽക്കുക. ആശുപത്രി ചെന്ന് ക്യൂ നിൽക്കുക. ഇവിടെ യേശു വാതിൽക്കൽ വന്ന് വിട്ടു സൗഖ്യം തരാനായിട്ട്. So deliverance is inside you. നിങ്ങളുടെ അകത്താണ് വിടുതലിരിക്കുന്നത്.
When you delight in the Lord, what will happen? Out of you will flow rivers of living water.